അതത് കാലഘട്ടത്തിന്റെ ചുവരെഴുത്തുകൾ നാം വായിച്ചെടുക്കണം. ഉരുൾപൊട്ടലിന്റെയും സാംക്രമിക രോഗങ്ങളുടെയും പ്രതികൂലമായ കാലാവസ്ഥകളിൽ കൂടി നാം കടന്നു പോകുകയാണ്. ഈ പ്രതിസന്ധികളിൽ ദൈവവചനത്തിനായി നാം കേഴുന്നവരായിരിക്കുക. ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾ ഞങ്ങളിൽ പെരുകുന്നത് പോലെ തന്നെ ക്രിസ്തുവിനാൽ ഞങ്ങളുടെ ആശ്വാസവും പെരുകുന്നു. ഞങ്ങൾ കഷ്ടം അനുഭവിക്കുന്നു എങ്കിൽ അത് നിങ്ങളുടെ ആശ്വാസത്തിനും രക്ഷയ്ക്കും ആകുന്നു. ഞങ്ങൾക്ക് ആശ്വാസം വരുന്നു എങ്കിൽ അത് ഞങ്ങൾ സഹിക്കുന്ന കഷ്ടങ്ങൾ തന്നെ നിങ്ങളും സഹിക്കുന്നത് നിങ്ങളുടെ ആശ്വാസത്തിനായി ഫലിക്കുന്നു. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിന്റെ 5ഉം 6ഉം വചനങ്ങൾ. കഷ്ടങ്ങൾ പെരുകുമ്പോൾ ക്രിസ്തുവിലുള്ള ആശ്വാസവും പെരുകുന്നു. പ്രതിസന്ധികളുടെ നടുവിൽ ആശ്വാസമായി ദൈവവചനവും കൃപയും നിലകൊള്ളുന്നു. പൗലോസിന് ശരീരത്തിൽ ശൂലം വന്നപ്പോൾ ദൈവം പറഞ്ഞു, എന്റെ കൃപ നിനക്കു മതി. യേശുവിന്റെ അമ്മ മറിയത്തിന് ഹൃദയത്തിൽ കൂടി വാൾ കടന്നപ്പോൾ വീഴാതെ നിൽക്കുവാൻ കഴിഞ്ഞത് കൃപ ലഭിച്ചവൾ ആയതുകൊണ്ടാണ്. നോഹയുടെ കാലത്തെ ജലപ്രളയത്തിൽ നോഹ വീണ്ടെടുക്കപ്പെട്ടത് ദൈവകൃപയാൽ ആയിരുന്നു. കഷ്ടങ്ങൾ പെരുകുന്തോറും ദൈവത്തിൽ നിന്നുള്ള ആശ്വാസവും വർദ്ധിക്കുന്നുവെന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നു. കഷ്ടതകളുടെയും ദുരിതത്തിന്റെയുമായ ഈ നാളുകളിൽ വേദ പുസ്തകത്തിലെ ദൈവവചനങ്ങളാൽ നമുക്ക് ആശ്വാസം ലഭിക്കുവാൻ കഴിയും. പുരാതനനായ ദൈവം നിന്റെ സങ്കേതം, കീഴെ ശാശ്വത ഭുജങ്ങൾ ഉണ്ട്. അവൻ ശത്രുവിനെ നിന്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞു, സംഹരിക്ക എന്ന് കൽപ്പിച്ചിരിക്കുന്നു. ആവർത്തനം 33:27. നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കുകയില്ല. ഞാൻ മോശയോടുകൂടെ ഇരുന്നതുപോലെ നിന്നോടുകൂടെയും ഇരിക്കും. ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയും ഇല്ല. ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്ക. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം 5ഉം 6ഉം വചനങ്ങൾ. ഇപ്പോഴോ യാക്കോബേ, നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലേ, നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു. ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. നീ എനിക്കുള്ളവൻ തന്നെ. നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. നീ നദികളിൽ കൂടി കടക്കുമ്പോൾ അവ നിന്റെ മീതെ കവിയുകയില്ല. നീ തീയിൽ കൂടി നടന്നാൽ വെന്തു പോകുകയുമില്ല. അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 43:1-2 വചനങ്ങൾ. ഭയപ്പെടുത്തുന്ന സാഹചര്യങ്ങളിൽ കർത്താവ് പറയുന്നു, നീ എനിക്കുള്ളവൻ. കഷ്ടതകളിൽ ആശ്വാസമേകുന്ന വചനങ്ങൾ ഇനിയും ധാരാളം ഉണ്ട്. തന്റെ തൂവലുകൾ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും. അവന്റെ ചിറൻ കീഴിൽ നീ ശരണം പ്രാപിക്കും. അവന്റെ വിശ്വസ്തത നിനക്ക് പരിചയം പലകയും ആകുന്നു. രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിപ്പാനില്ല. ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല. ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കയില്ല എന്ന് 91-ാം സങ്കീർത്തനം 4 മുതൽ 10 വരെയുള്ള വചനങ്ങൾ വായിക്കുന്നു. സമാധാനമില്ലാത്ത കാലങ്ങളിൽ കൂടി കടന്നു പോകുമ്പോൾ സമാധാനദാതാവായി നമ്മുടെ കർത്താവായ യേശു നമ്മുടെ അടുക്കൽ കടന്നു വരുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയും അരുത്. യോഹന്നാൻ 14:27. ജീവിതത്തിൽ കൊടുങ്കാറ്റ് പോലെയും ചുഴലിക്കാറ്റ് പോലെയും കഷ്ടങ്ങളും പ്രയാസങ്ങളും നമ്മുടെ ജീവിതത്തിൽ ആഞ്ഞടിക്കുമ്പോൾ, തുടരെ തുടരെ അത് നമ്മെ തകർക്കുവാൻ ശ്രമിക്കുമ്പോൾ, അതിനെ അതിജീവിക്കുവാൻ, അത് നമ്മെ തൊടുവാൻ കഴിയാതെ വണ്ണം ദൈവത്തിന്റെ പ്രത്യേക പരിപാലനം നമുക്ക് ലഭ്യമാകും. തുടരെ തുടരെ ചുഴലിക്കാറ്റായി പിടിച്ചു നിൽക്കുവാൻ സാധ്യമാകാത്ത അവസ്ഥയിൽ ഒരുപക്ഷെങ്കിൽ എത്തിച്ചേരാം.
അവരോട് നഹൂം പ്രവാചകനിലൂടെ ഇങ്ങനെ അരുളി ചെയ്യുന്നു: യഹോവ ദീർഘക്ഷമയും മഹാശക്തിയുമുള്ളവൻ, അവൻ ഒരിക്കലും ശിക്ഷിക്കാതെ വിടുകയില്ല. യഹോവയുടെ വഴി ചുഴലിക്കാറ്റിലും കൊടുങ്കാറ്റിലും ഉണ്ട്. മേഘം അവന്റെ കാൽ കീഴിലെ പൊടിയാകുന്നു. യഹോവ നല്ലവനും കഷ്ടദിവസത്തിൽ ശരണവും ആകുന്നു. തങ്കൽ ആശ്രയിക്കുന്നവരെ അവൻ അറിയുന്നു. നഹൂമിന്റെ പുസ്തകം 1-ാം അധ്യായം 3-7 വചനങ്ങൾ. ദാവീദ് പ്രതിസന്ധികളിൽ ദൈവത്തിൽ ആശ്രയിച്ച പോലെ നമുക്കും ദൈവത്തിൽ ആശ്രയം വയ്ക്കാം. ദൈവമേ, എന്നോട് കൃപയുണ്ടാകണമേ, എന്നോട് കൃപയുണ്ടാകണമേ. ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു. അതേ, ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുവോളം ഞാൻ നിന്റെ ചിറകിൻനിഴലിൽ ശരണം പ്രാപിക്കുന്നു. അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ദൈവത്തെ തന്നെ. 57-ാം സങ്കീർത്തനം 1-2 വചനങ്ങൾ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.